ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് കണ്ടോ, നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമ്മളോട് വല്ലാത്ത ഇണക്കാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്. ഇത് കണ്ടില്ലേ, നമ്മളൊന്നും ഉപദ്രവിക്കില്ല, യാതൊരു മുള്ളിൻ്റെ പ്രശ്നവും ഇവിടെ നോക്കില്ല. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഡ്രാഗനെ മെരുക്കിയെടുക്കുന്ന രീതിയാണ് നമ്മളവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മെരുങ്ങാത്തത് ഒന്നുമില്ല നമ്മളെ കയ്യിൽ. എല്ലാ പക്ഷിമൃഗാദികളും നമ്മളെക്കാൾ വമ്പന്മാരൊക്കെ നമ്മൾ മെരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇവനെയും നമ്മളൊന്ന് മെരുക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മളിന്നിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. കാരണം ഇവന് വളമിടാനോ ഇതിൻ്റെ കള പറിക്കാനൊന്നും നമുക്ക് കഴിയില്ല, ഇവനെ നമ്മൾ ആക്രമിച്ചുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ട പണി ഇതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒരെണ്ണാണെങ്കിലും അതിൻ്റെ മരത്തിൽ നന്നായിട്ട് കള മുളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ അതിന് വളമിടാനും പറ്റില്ല. അപ്പോൾ അതിന് കണ്ടെത്തിയ മാർഗ്ഗമാണ് നമ്മളവിടെ കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്താണ്. കണ്ടില്ലേ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്തൊന്നും കൂടുതലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അത് മുള്ളൊക്കെ കുത്തിയിട്ട് നമ്മളെ ഓടിക്കും, പിന്നെ അതിന് വളമിട്ട് കൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ മെരുക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു കുഴപ്പമില്ല. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ മെരുക്കിയെടുത്ത് കണ്ടില്ല, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഇണങ്ങി ചേർന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇവിടെ വേവിക്കുന്നത്. അത് കൂടുതലായിട്ട് വേവിക്കാനൊന്നുമില്ല, അപ്പോൾ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിനുള്ളിലെ കളകൾ പറിക്കാനോ പിന്നെ നമുക്ക് വളമിട്ട് കൊടുക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മളിതിനെ മെരുക്കിയെടുത്തെങ്കിലേ നമുക്ക് അതിനൊക്കെ കഴിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വളമിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ പുല്ലുകൾ പറിച്ച് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ മുള്ളുകളൊക്കെ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കണ്ടെത്തിയ ഇതാണ്. എല്ലാവരും ഈ മെത്തേഡ് തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് നമ്മൾ ഈ വളമിടുന്ന സ്ഥലത്ത് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമുക്കിതിൽ വളമിടാനോ ഇതിലെ നമ്മളവർ കടിച്ചുകൊണ്ടിരിക്കും. ഒന്നൊന്നര കടിയാണ്, ചെറിയ കടിയൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ ഒരു മഴയുള്ള സൈസ് എടുത്തിട്ട്, കത്തിയൊന്നും എടുക്കരുതേ, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കത്തി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെയാണ് പൂടൽ. ഇത് ഇങ്ങനെ ചെയ്താൽ പൂടുമെന്ന് അറിയില്ല, നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിലെ കളകളൊക്കെ ഇങ്ങനെ പറിക്കണമെങ്കിൽ ഒന്നിനും കഴിയില്ല. അപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ, ഭയങ്കര ഇണക്കാണ് നമ്മളോട്. കണ്ടോ, ഒന്നൊരു കുഴപ്പമില്ല, നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട്, യാതൊരു കുഴപ്പമില്ല. ആക്രമണ സ്വഭാവമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മനുഷ്യരൊക്കെ ഏതെല്ലാം മൃഗത്തെയും പക്ഷിയൊക്കെയാണ് നമ്മൾ മെരുക്കിയെടുക്കുന്നത്. നമ്മളെക്കാൾ ഭയങ്കരന്മാരായ ആന, പുലി എന്നുള്ളതിനൊക്കെ, കുതിര എന്നുള്ളതിനൊക്കെ നമ്മൾ മെരുക്കിയെടുക്കുന്നു. അതേപോലെ പക്ഷി, മറ്റുള്ള മൃഗങ്ങളും എല്ലാം. അപ്പോൾ അതുപോലെ നമ്മളൊരു ചെടീനെ മെരുക്കിയെടുത്താണ് നമ്മളെ കാര്യം കഴിയാൻ വേണ്ടിയിട്ട്. നമ്മളിതിൻ്റെ അടുത്ത് വരുമ്പോൾ ഉപദ്രവമൊന്നും കേൾക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മെരുക്കിയെടുത്താണ് എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ മുള്ളുകളും കളയാൻ പാടില്ല. മൊത്തം മുള്ളുകൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ആക്രമിക്കാനായിട്ട്, ഇതിൻ്റെ കായകൾ ഭക്ഷിക്കാനായിട്ട് കുറേ പേര് ഇവിടെ ഉണ്ട്. മെരു അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ഈ പഴം സുരക്ഷിതമായിട്ട് കിട്ടണമെങ്കിൽ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല മധുരമുള്ള പഴമാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ കഴിക്കാൻ എത്രയെങ്കിലും പേരുണ്ടാവും. അപ്പോൾ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ മുള്ള് തന്നെ വേണം, എങ്കിലേ നമുക്ക് പഴങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പരിചരിക്കുന്ന സ്ഥലം മാത്രം നമ്മൾ മുള്ള് കളയുക, മറ്റുള്ളവർക്ക് ഇങ്ങനെ തന്നെ മുള്ള് നിർത്തി കൊടുക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.